എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ വലിയൊരു മാറ്റം എന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഇന്ത്യ ഗൾഫുമായി വിട പറയുമോ എന്നും അതോടൊപ്പം കൽപ്പാക്കം, തമിഴ്നാട്ടിലെ കൽപ്പാക്കം റിയാക്ടർ ഇന്ത്യക്ക് എത്രമാത്രം പ്രാധാന്യമാണെന്നും ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ കൽപ്പാക്കത്തെ ഈ റിയാക്ടർ വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യക്ക്. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ തലവര തന്നെ മാറാൻ സാധ്യതയുണ്ട് വരും കാലങ്ങളിൽ. കാരണം അത്രയും അധികം ഉപകാരമായിരിക്കും ഇതുകൊണ്ട് നമുക്കുണ്ടാവുക. ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒന്നാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി. പക്ഷേങ്കിൽ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. പക്ഷേങ്കിൽ അത് വളരെയധികം വില കൂടിയത് കൊണ്ട് നമുക്ക് അത് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ യന്ത്രത്തിൻ്റെ ആവശ്യം. ഇത് വളർന്നു വരികയാണെങ്കിൽ നമുക്ക് ആ പണം ലാഭിക്കാൻ കഴിയും. അങ്ങനെ ആ പണം കൊണ്ട് നമുക്ക് ഇന്ത്യയുടെ വികസനം കൂടുതൽ കൂട്ടാൻ കഴിയും. ഈ റഷ്യ കഴിഞ്ഞാൽ ഈ ടെക്നോളജി ഉള്ള മറ്റൊരു രാജ്യം നമ്മുടെ ഇന്ത്യ മാത്രമാണ്. കോടികൾ ചിലവാക്കിയിട്ടും അമേരിക്കയ്ക്കും ഫ്രാൻസിനും ജപ്പാനും ഇങ്ങനെ വലിയ രാജ്യങ്ങൾക്ക് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഇടത്താണ് നമ്മുടെ ഇന്ത്യ എത്തിയിരിക്കുന്നത്. അത് നമുക്ക് വളരെയധികം അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ എനർജി ഉപഭോക്താവാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന 3 ഇടങ്ങളിലാണ്. ഒന്നാമത്തേത് ഫാക്ടറികളിൽ 40% എനർജിയാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് വീടുകളിൽ 27% എനർജിയാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തത് വാഹനങ്ങളിൽ, അതിൽ 17% എനർജിയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ 2030 ആകുമ്പോഴേക്കും നമ്മുടെ ഭാരതം പ്രവർത്തിക്കാൻ വേണ്ടി 150 കോടി ടൺ ഓയിൽ വേണ്ടി വരും. അതിന് ഇന്ത്യൻ രൂപ അനുസരിച്ച് 12 ലക്ഷം കോടി രൂപ ചെലവാകും. അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് ആകെ വികസനത്തിനായി ലഭിക്കുന്ന പണത്തെ ആണ് അത്. ഉദാഹരണത്തിന് റെയിൽവേ പണിയാൻ, പാലങ്ങൾ പണിയാൻ, റോഡുകൾ നിർമ്മിക്കാൻ ഇങ്ങനെ ലഭിക്കുന്ന പണത്തിന് തുല്യമാകും ഇത്. അപ്പോഴാണ് ഈ ടെക്നോളജി വളരുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് എത്രമാത്രം ഗുണമാണെന്ന് തിരിച്ചറിയാൻ കഴിയുക. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇത് എത്രമാത്രം ഉപയോഗിക്കുന്നു അതിൻ്റെ ഇരട്ടി, അതിനെക്കാട്ടും കൂടുതൽ ഇന്ധനം ഇത് നിർമ്മിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ 10 ലിറ്റർ എണ്ണ ഒരു കാറിലടിച്ച് കുറേ ഇടങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ 12 ലിറ്റർ ആവുക. അതുതന്നെയാണ് ഈ ടെക്നോളജി കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ. അതുമാത്രമല്ല, ഇത് പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങിയാണ്. ഒരു പരിസ്ഥിതിമായ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല ഈ സംവിധാനം വളർന്നു വരികയാണെങ്കിൽ. നമുക്കറിയാം, ഇത് ഏറ്റവും കൂടുതൽ ഇത് പ്രവർത്തിക്കണമെങ്കിൽ തോറിയം വളരെയധികം ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു കാര്യം തന്നെയാണ് തോറിയം എന്ന് പറയുന്നത്. അത് വേറെ എവിടെയുമല്ല ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ തോറിയം ഉള്ളത്. നമ്മൾ കൊല്ലം ജില്ലയിലെ കടൽ തീരങ്ങളിൽ പോയി നോക്കുകയാണെങ്കിൽ അവിടെ കറുത്ത നിറത്തിലുള്ള മണ്ണായിരിക്കും കാണാൻ കഴിയുക. അത് തോറിയമാണ്. ഇതുപയോഗിച്ചാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇത് ഇപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷമേ ഈ ടെക്നോളജി മുഴുവനായിട്ട് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഇത് വികസിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ തലവര തന്നെ മാറാൻ ഇത് ഭാവിയിൽ ഇന്ത്യയുടെ തലവര തന്നെ മാറാൻ ഇത് കാരണമായി തീരും. അങ്ങനെ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം.